ഹായ് എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി വീഡിയോസും റീൽസും എല്ലാം ഇട്ടിട്ട് വയ്യായിരുന്നു. പനി പിടിച്ചു. ആദ്യം മൂത്ത ആൾ അന്നുക്കുട്ടി കൊണ്ടുവന്നു പനി. അതിനെ എല്ലാവർക്കും അവൾ വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്കും കിട്ടിയ ആ കൂട്ടത്തിൽ പനി. അങ്ങനെ പനിയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ തയ്ക്കാനുള്ളത് കൊണ്ട് തന്നെ തയ്ക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്ന ആ ചെറിയ വീട്ടിൻ്റെ ഇലക്ട്രിക്കലൊക്കെ എന്തോ പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോട്ടർ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെഷീനെല്ലാം ഷോക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മോട്ടർ ചവിട്ടി തയ്ക്കുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കൊടുക്കാനുള്ളത് കൊണ്ട് ചവിട്ടി തയ്ച്ചാലും ഒത്തിരി സമയം എടുക്കുന്നത് കൊണ്ടും നടന്നില്ല. അതുകൊണ്ട് മോട്ടർ അപ്പോൾ എനിക്ക് രണ്ട് സിംഗിൾ മെഷീനുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം അവിടെയും ഒരെണ്ണം ഇപ്പുറത്ത് തയ്ക്കുന്ന വീട്ടിലാണ് ഇട്ടേക്കുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീടേ. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ മെഷീൻ മാത്രം ഇളക്കി അപ്പുറത്ത് കൊണ്ടുവന്ന് കണക്ട് ചെയ്തു, മോട്ടർ കണക്ട് ചെയ്ത്. പിന്നെ അത് വെച്ച് സിറ്റ് ഔട്ട് ഇരുന്നാണ് ഇന്നത്തെ തയ്പ്പൊക്കെ. ഇപ്പം തിരക്കുള്ളതുകൊണ്ട് തന്നെ രാത്രിയും കൂടിയൊക്കെ ചെയ്താലേ തീരത്തുള്ളൂ. ഞാൻ അധികം ഓർഡേഴ്സ് അങ്ങനെ എടുക്കാറില്ല. ഓൾറെഡി നൈറ്റി ഫ്രോക്കുകളും ഇവിടുന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള സ്റ്റിച്ചിങ് പണികൾ കുറച്ച് എടുക്കും. അത്യാവശ്യം മാത്രമേ എടുക്കാറുള്ളൂ. സമയമുണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ കൂടുതലും നമുക്ക് നമ്മുടെ ഓർഡർ തന്നെ ഉണ്ടാവും ചെയ്ത് കൊടുക്കാനായിട്ട്. നൈറ്റി ഫ്രോക്ക് കുർത്തീസൊക്കെ തന്നെ ഉണ്ടാവും. ഇതിപ്പം അടുത്തറിയാവുന്ന ആളാണ്. അപ്പോൾ പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്കും എല്ലാം ടോപ്പും എല്ലാം തയ്ക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് കരുതി. അങ്ങനെ പിള്ളേർ ഇന്നിവിടെ ഉണ്ട്. രണ്ടുപേരും പോയിട്ടില്ല. ആകെ ബഹളമാണ് രണ്ടുപേരും കൂടി. അപ്പോൾ ഈ പരിപാടി എല്ലാം കാണിച്ച് അന്നുവാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അന്നു വീഡിയോ എടുക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല. ലാസ്റ്റാണ് ഞാൻ കാണുന്നത് അന്നു വീഡിയോ എടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അൻവി എന്തോ കയ്യിൽ കൂട്ടി പിടിച്ചു കൊണ്ടിരുന്നത്. ഞാൻ എന്താണെന്ന് നോക്കുമ്പോഴൊക്കെ ചോക്ക് വലിയൊരു കഷ്ണം ക്ലോത്തിൽ വരയ്ക്കുന്ന ചോക്കിനെ ഒടിച്ച് പീസാക്കി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവളെ ഒടിച്ചുകൊണ്ട് വരുന്നതിന് ഇട്ട് വയ്ക്കാൻ തന്നെ എനിക്കൊരു ചെറിയ ടിന്നുണ്ടായി. ഞാനെല്ലാം അതിൽ തന്നെ ഇട്ട് വയ്ക്കും. ഇതിപ്പോൾ സ്ഥിരം പരിപാടിയുടെ നേരത്തെ വായിലിട്ടങ്ങ് തിന്നുമായിരുന്നു. ഇപ്പോൾ തീറ്റി നിർത്തിയിട്ടുണ്ട്.